ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ കള്ളക്കുറുക്കൻ കെണിയിൽപ്പെട്ടെന്ന് തന്നെ പറയാം. എടാ കൈസേ, എടാ നാറി, എടാ പരമനാറി, നീ ഇത് പ്രതികരിക്കും, BRS വേണ്ടി നീ പ്രതികരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഈ ഇഷ്യൂ നിങ്ങൾ ആദ്യം BRS അല്ലെങ്കിൽ ഒലിവിയ ഇഷ്യൂ നിങ്ങൾ ആദ്യം മുതലൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ചാനൽ ഒന്നും അറിയാതെ ഈ സാധനം എടുത്ത് അവരുടെ ഇവിടെ പോയിട്ട് ഒന്നും അറിയാതെ ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് മീ കൺമണി അറിയാത്ത ഒരാൾ പോയിട്ട് ഇത് ചെയ്യുന്നു. ഏതാ ഈ ഇറ്റ്സ് മീ കൈസ് ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ സാധനം വ്യാപകമാകുന്നു, ചർച്ചാ വിഷയമാകുന്നു, എംപ്ലോയീസിൻ്റെ വിഷയങ്ങളൊക്കെ പറയുന്നു, പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് നിങ്ങൾ അറിയുള്ള കാര്യം, ഇത്രയും പേർക്കും ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇത്രയും പെൺകുട്ടികൾക്കും BRS ജോലി ഓഫർ ചെയ്യുന്നു. ഇതിൻ്റെ വോയിസും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ വെളിയിൽ വിട്ടതാണ്. അപ്പം ഇതിനകത്തെ യുവമാരുടെ തന്തയില്ലായ്മ അന്നേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യുവമാരുടെ തന്തയില്ലായ്മ വിളിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഷീ ടോൾക്ക് എന്ന് പറയുന്ന ഒരു ചാനലിനെ ഇവ എടുത്തിട്ട് തന്തയില്ലാത്തരം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ തന്തയില്ലായ്മയെ പറ്റി കൂടുതലൊന്നും പറയില്ല. കൃത്യമായിട്ട് പറയാം, ഇപ്പോൾ BRS വിളിച്ചിട്ട് അടുത്ത വർക്ക് ലോഡ് ചെയ്ത് ഇവക്കൊരു പണി എന്നുള്ള രീതിയിൽ കൊടുത്തു. പക്ഷേ നീയാണ് പൊളിയുന്നത്. ഇവിടെ ഷീ ടോൾക്കിന് ഒരു ഇതുമില്ല. ഷീ ടോൾക്കിൻ്റെ ചാനൽ 4 പേരിലേക്കും കൂടെ എത്തി എന്നതിനപ്പുറം ഒരു കോപ്പും നടക്കാനില്ല. അടുത്തത് അവ എന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതേ കണക്ക് BRSനെതിരെ സംസാരിക്കുന്നവർക്ക് എതിരെ എല്ലായിരിക്കും. എന്നാൽ 200 രൂപ പത്രത്തിൽ എഴുതി ഈ BRS എന്ന് പറയുന്ന ഈ ഈ ലോക ഫ്രോഡ് സ്ത്രീ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവൻ ധൈര്യപൂർവ്വം വെളി പറയില്ല. ഇവൻ്റെ തന്തയില്ലായ്മ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി BRSുമായിട്ടുള്ള ഡീല് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ BRS പറഞ്ഞ ജോലികൾ ഈ പെൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ കൊട്ടാരക്കര ബേസ് ചെയ്ത് ഒരു സ്ഥാപനം ഞാൻ വിളിച്ച് സംസാരിച്ചു കാണാം. അവർ തമ്മിൽ ഒരു ഡീലുമില്ല. ഞാൻ പേഴ്സണലി സംസാരിക്കുന്നത്, ഞാൻ വെല്ലുവിളിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹം ഈ പറയുമാതിരി ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അദ്ദേഹം ഞാനോട്ട് സംസാരിച്ച വോയിസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാൻ ഇതാണ്. കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഈ പറയുമാതിരി ഫാഷൻ ഒരു ഫാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഇത് അവരുടെ അറിവ് പോലും ഇല്ലാതെ അവിടെ പോയി വീഡിയോസ് എടുത്ത് ഇവരുടെ സ്വന്തം സ്ഥാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു. ഇതിനു മുമ്പ് കൊട്ടാരക്കര അല്ലാതെ തന്നെ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ഈ സ്ത്രീകൾ പോയിട്ട് ഇതേ കണക്ക് ഇതെടുത്തിട്ട് ഇവരുടെ ബോർഡൊന്നും കാണിക്കത്തില്ല. കാര്യം ഇവരുടെ സ്ഥാപനം ആണെങ്കിലല്ലേ അവർക്ക് ബോർഡ് കാണിക്കാം, ഈ BRS. അപ്പോൾ BRS അടുത്ത ചെയ്ത നാറി പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BRS തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഈ ഒലിവിയയിലെ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ഇവരുടെ ഇഷ്യൂ. ഇപ്പം അതിന് പകരം BRSും കുറേ സാധനം റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്, അതിലും വില കുറച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താ? ഒലിവിയ ഇല്ലാതാവണം. എന്നിട്ട് BRSന്റെ വളർച്ച എന്നൊക്കെ പറയുന്നതായിട്ട്, എടാ കൈസേ, എടാ പരമനാറി, നിനക്ക് അവർക്ക് ഒരു സ്ഥാപനം ഉണ്ടെന്ന് നിന്നെ തെളിയിച്ച് കാണിക്കണം. നിനക്ക് കാണിക്കാൻ പറ്റുമോ? ഒരൊറ്റ സ്ഥാപനം അവർക്കില്ല, അവളുടെ പേര് ഒരു ലൈസൻസും ഇല്ല. അപ്പം ഇതേ കണക്കുള്ള തന്തയില്ലായ്മ പറഞ്ഞുകൊണ്ട് വരുന്നതിന് മുമ്പ് BRS എന്ന് പറയുന്ന മുതലാളി ആരാണെന്ന് വ്യക്തമായിട്ട് അറിയണം നിങ്ങൾ. BRS എന്ന് പറയുന്ന ഈ മുതലാളിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടനിലക്കാരിയാണ്. ഇവർക്ക് ഒരു സാധനം ഉണ്ടാക്കുന്നവർക്ക് വിഷയമില്ല, വിതരണം ചെയ്യുന്നവർക്ക് വിഷയമില്ല. ഇതിനകത്തുള്ള ഇടനിലക്കാർക്കാണ് എല്ലാ കാലത്തും വിഷയം. അതിപ്പോൾ സുനിതയായാലും BRS ആയാലും എല്ലാം ഇടനിലക്കാരാണ്. ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങൾക്കെതിരെ, മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും ഒന്നാം തരം ഇടനിലക്കാരാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവർ പണം കൊടുത്തിട്ട് ചെയ്യുന്ന നാറിയ പരിപാടിയാണ്. ഇതിൽ നിന്ന് കൈസ് എന്ന് പറയുന്ന വ്യക്തി, BRSന്റെ കയ്യിൽ നിന്ന് ആരാണ് പണം വാങ്ങിയതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നിലവിലുണ്ടായിരുന്നു. അത് കൈസാണെന്ന് കൈസ് തന്നെ വ്യക്തമാക്കി. അതിനുശേഷം കൺമണി ഇതിനെപ്പറ്റിയൊക്കെ ഏതെല്ലാം രീതിയിലൊക്കെ അവതരിപ്പിച്ചു. പൊളിഞ്ഞില്ലേ മോളെ? പൊളിഞ്ഞോ ലാസ്റ്റ്? ഇപ്പൊ BRSന് വേണ്ടി സംസാരിക്കാൻ വന്ന് അന്ന് നിങ്ങൾക്ക് ആർക്കും BRSനെ അറിയില്ല. അയ്യോ BRSും ഞങ്ങളും തമ്മിൽ എന്ത് ബന്ധം, BRSന് ഞങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിന്റെ മച്ചാൻ തന്നെ വന്നിരുന്ന് വീട് ചെയ്യേണ്ടി വന്നോടി. ഇതാണ് പറയുന്നത്, തന്തയില്ലായ്മ പലതവണ കാണിച്ചാലും നിന്റെയൊക്കെ ഉള്ളിലുള്ള തന്തയില്ലായ്മ വെളി വരിക തന്നെ ചെയ്യും കൈസേ. അപ്പം അടപടല മൂഞ്ചിയല്ലോ. അപ്പം ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പിന്നെ ഇവൻ എനിക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ബിഗ് ബോസിൽ കിടന്ന ഒരു അലറിക്കോവി പ്രാന്തൻ
ഞാൻ വോയിസ് കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ജെന്യൂനിറ്റി എനിക്ക് അറിയാൻ നാറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ മാനേജറെ വിളിച്ചിട്ടുണ്ട്, ഒരു മിസ്റ്റർ ബാലകൃഷ്ണൻ, നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇവൻ തെളിയിക്കണം, ഈ തന്തയില്ലാത്തവൻ തെളിയിക്കണം, ഈ തന്തയില്ലാത്തവൻ തന്നെ തെളിയിക്കണം വോയിസ് കച്ചവടം നടന്നിട്ടുണ്ടെന്ന്. മനസ്സിലായോ? ഏതെങ്കിലും ഒട്ടിച്ച 4 കഷ്ണങ്ങൾ വെച്ചിട്ട് ഇവൻ തന്തയില്ലായ്മ പറയുന്ന കണക്കല്ലല്ലോ. അപ്പം കൈസ മോനെ, ഞാൻ നിന്നെ നേരിട്ടും വന്ന് കാണൂടാ, കാണുന്നേ മുത്ത ചക്കര ഞാൻ വരുവടാ. പിന്നെ നീ നിന്റെ തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഇനി ഇതിനെപ്പറ്റി ഷീറ്റ് ടോൾക്ക് ഒരു വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി അവർക്കും റിയാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സോ എന്താ പറയുന്നത്, VRS ഇവരുമായിട്ടുള്ള കണക്ഷൻ ഇതിലും വ്യക്തമായിട്ട് ഞാൻ ഒന്നും പറയാനില്ല. കാരണം ഇതൊരു ചെറിയ ചാനൽ. ഞാൻ അവനെ ചർച്ച ചെയ്യണമെങ്കിൽ VRSനെ ഞാൻ എടുത്തു വെച്ച് പൊരിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞു ചാനലിനെതിരെ തന്നെ. കാര്യം ഇത് VRSന്റെ ശത്രുവാണ്. VRS എന്ന് പറയുന്നവരുടെ ശത്രുവാണ് ഈ ഷീറ്റ് ടോൾക്ക് എന്ന് പറയുന്ന ഇത്. അതൊരു കുഞ്ഞു ചാനൽ, ഒരു 2K മറ്റോ കണ്ട് 2K ഇല്ല, തികച്ചില്ലാത്ത ഒരു ചാനലിനെതിരെ ഇവർ കൈസ് ഇതും പൊക്കി പറയണമെങ്കിൽ ചേച്ചിയുടെ പൈസ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. VRS ചേച്ചിയുടെ പൈസ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. താത്ത 7 ലക്ഷം കൊണ്ടുപോയി തിന്ന് മുടിപ്പിച്ച് അതിനകത്ത് നന്ദിയുള്ള ഒരാൾ അത് ഈ ഇറ്റ്സ് മീ കൈസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തന്തയില്ലായ്മകൾ കൈസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ജെന്യൂനിറ്റി നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ അവൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണം. നിങ്ങൾക്ക് VRSന് കൊള്ളുമ്പോൾ കൈസിന് നോവും എന്നുള്ളൊരു മെത്തേഡ് എന്താണെന്ന് മനസ്സിലാവുക. പിന്നെ ഈ കുട്ടികളിൽ ഒരാൾക്ക് മാത്രം ജോലി കൊടുത്തിട്ടുണ്ട്. അത് പീഡന പരാതി ഉന്നയിച്ച ഒരു കുട്ടിക്ക്. പീഡന പരാതി ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പീഡന പരാതി ഉന്നയിച്ചവർക്ക് എല്ലാവർക്കും ഇവർ ജോലി വാഗ്ദാനം ചെയ്തവരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.